സോയ ചങ്ക്സും കാടമുട്ടയും വെച്ച് ഒരു കിടുക്കാച്ചി ഐറ്റം വരുന്നുണ്ട്. അതിനായിട്ട് സോയ ചങ്ക്സ് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കുക. കാടമുട്ട പുഴുങ്ങിയെടുക്കുക. കാടമുട്ട ഇല്ലെങ്കിൽ കോഴിമുട്ടയായാലും മതി. അതിനുശേഷം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ട് ഈ സോയ ചങ്ക്സ് മാറ്റി വെക്കുക. ഇനി ഒരു മിക്സിയുടെ ജാറിൽ തക്കാളി, സവാള, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുക. ഇനി പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു സ്പൂൺ ചതച്ച മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും ചേർക്കുക. അതിനുശേഷം നമ്മുടെ അരപ്പെടുത്തിട്ട് അങ്ങോട്ട് തട്ടുക. വെള്ളം ചേർക്കരുത് കേട്ടോ. പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇടുക. ഇനി സോയ ചങ്ക്സ് ഇടുക. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നങ്ങോട്ട് പെരട്ടി സെറ്റാക്കി അങ്ങോട്ട് എടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, അതിനുശേഷം നമ്മുടെ കാടമുട്ട പകുതി മുറിച്ചിട്ട് നേരെ മുകളിലെടുത്ത് അങ്ങോട്ട് തട്ടുക. 2 മിനിറ്റ് അങ്ങോട്ട് മിക്സ് ചെയ്ത് സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ പോരാ, ഒരു കിടുക്കാച്ചി ടച്ചിങ്സിന് പറ്റിയ ഐറ്റം ഉണ്ടാ. പോളിയോസ്കി എന്ന് പറഞ്ഞാൽ പോരാ, പൊളിയോസ്കി.